എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗത്തിലെ 129, 130 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും ഉപജാതിവൃത്തം തന്നെയാണുള്ളത്. ഇവിടെ രുക്മി ശ്രീകൃഷ്ണനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് സൈന്യങ്ങളുമായിട്ട് വന്നു. ദ്വാരകയിലേക്ക് പുറപ്പെട്ട ശ്രീകൃഷ്ണനും ബലരാമനും സൈന്യവും. അതിൽ ശ്രീകൃഷ്ണൻ തിരിഞ്ഞ് രുക്മിയുടെ നേർക്ക് നിന്നുകൊണ്ട് ഒന്ന് ചിരിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. ഇനി എന്തൊക്കെയാണ് ഉണ്ടാവുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം 129ാമത്തെ ശ്ലോകം ചൊല്ലാം. സ്വസാരമാലോക്യ തദന്തികസ്ഥാം ദൃഷ്ട്വാ ച തം സസ്മിതമാത്തചാപം മൂഢഃ പ്രകൃത്യാ നവയൗവനാന്ധോ രുക്മീ സരോഷഃ പരുഷം ബഭാഷേ. നമുക്ക് പദച്ഛേദം പറയാം. പദങ്ങൾ പരിചയപ്പെടുകയാണ് ചെയ്യണത്. സ്വസാരം ആലോക്യ തദന്തികസ്ഥാം ദൃഷ്ട്വാ ച തം സസ്മിതം ആത്തചാപം മൂഢഃ പ്രകൃത്യാ നവയൗവനാന്ധ രുക്മീ സരോഷഃ പരുഷം ബഭാഷേ. രുക്മിയെ പറ്റിയിട്ട് ചില വിശേഷണങ്ങൾ ഇവിടെ സുകുമാരകവി കൊടുക്കുന്നുണ്ട്. നവയൗവനാന്ധ പ്രകൃത്യാ മൂഢ സരോഷ രുക്മി. 3 കാര്യങ്ങളാണ് രുക്മിയെ പറ്റി പറയണത്. 1 നവയൗവനാന്ധ, 2 പ്രകൃത്യാ മൂഢ, 3 സരോഷ. സരോഷ എന്ന് പറഞ്ഞാൽ ദേഷ്യത്തോടു കൂടിയവൻ. രോഷേണ സഹവർത്തതേതി സരോഷ. നല്ല ദേഷ്യം വന്ന് മുൻചുണ്ടി. അതുകൊണ്ടാണല്ലോ എടുത്തു ചാടി ആരൊക്കെ പറഞ്ഞിട്ടും കേൾക്കാതെ സൈന്യവുമായിട്ട് പോകുന്നത്. അതുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് വരണത്. അല്പം പോലും ദേഷ്യം മാറിയിട്ടില്ല. സരോഷ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്താണ്? പ്രകൃത്യാ മൂഢ. പ്രകൃത്യ ജന്മനാ തന്നെ മൂഢനാണ്. മൂഢൻ എന്ന് പറഞ്ഞാൽ വിവേകമില്ലാത്തവൻ. എന്ത് ചെയ്യാം എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതൊന്നും തിരിച്ചറിവില്ലാത്ത ഒരാളാണ് രുക്മി. അതുകൊണ്ടാണ് ഇവിടെ പ്രകൃത്യാ മൂഢ എന്ന് പറഞ്ഞത്. പ്രകൃത്യ ജന്മനാ തന്നെ ചില ആൾക്കാർക്കൊക്കെ നല്ല ബുദ്ധി ഉണ്ടാവും, പഠിപ്പൊന്നും വേണ്ട. അല്ലാണ്ട് തന്നെ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അതിനെ പറ്റിയിട്ടുള്ളൊരു വിവേകം ഉണ്ടാവും. ഒരു സംസ്കാരമുള്ള ആൾക്കാരുണ്ടാവും, വകതിരിവുള്ളവരുണ്ടാവും. അതിലൊന്നും പെടില്ല രുക്മി. മാത്രമല്ല അയാൾക്ക് മറ്റൊരു ദോഷം കൂടി ഉണ്ടായിരുന്നു. നവയൗവനാന്ധ, ചെറുപ്പത്തിൻ്റെ തിളപ്പുണ്ടായിരുന്നു. യൗവനം വന്ന് ഭവിച്ചതിൻ്റെ ഒരു അഹങ്കാരം. എന്നെ തോൽപ്പിക്കാൻ ഇവിടെ ആരുമില്ല, എനിക്ക് ചെയ്യാൻ പറ്റണ കാര്യങ്ങളൊന്നും മറ്റാർക്കും ചെയ്യാൻ പറ്റില്ല, ഞാൻ ഒരുങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ തടയാൻ മറ്റാർക്കും പറ്റില്ല തുടങ്ങിയിട്ടുള്ളതായ അഹങ്കാരങ്ങളൊക്കെ വെച്ച് പുലർത്തുന്ന ആളാണ് രുക്മി. അതുകൊണ്ടാണ് കവി ഇങ്ങനെ 3 വിശേഷണങ്ങളെ കൊണ്ട് രുക്മിയെ വർണ്ണിച്ചത്. നവയൗവനം വന്ന് ഭവിച്ചതിൻ്റെ അഹങ്കാരമുള്ളവൻ, അന്ധത. ഈ അന്ധത എന്ന് പറഞ്ഞാൽ അജ്ഞാനാണ്, തിരിച്ചറിവില്ലാത്തവനാണ്. മറ്റൊന്ന് അത് യൗവനം വന്നതുകൊണ്ടാണെന്ന് പറയാം. അല്ലാണ്ടേയും അയാളെ കൊണ്ട് ഇത്രയ്ക്കൊക്കെ പറ്റുള്ളൂ. അയാൾക്ക് വിവേകം വളരെ കുറവാണ്. പ്രകൃത്യാ മൂഢനാണ്. മറ്റൊന്ന് ദേഷ്യം വന്ന് ഭവിച്ചാൽ ഉള്ള വിവേകം പോവുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൊണ്ട് യാതൊരു വിവേകവുമില്ലാത്ത, വിവേകം മുഴുവനും നശിച്ചു പോയവനായിട്ടുള്ള രുക്മി. ആ രുക്മി എന്താ ചെയ്തത്? രുക്മി നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്തായിരുന്നു? തത് അന്തികസ്ഥാം സ്വസാരം ആലോക്യ. തത് അന്തികസ്ഥ. തത് എന്നുള്ളത് കൊണ്ട് ശ്രീകൃഷ്ണ, ആ കൃഷ്ണനെയാണ് ഉദ്ദേശിക്കുന്നത്. തൻ്റെ നോട്ടത്തിൽ ശ്രീകൃഷ്ണനെയാണ് ആദ്യം കണ്ടത്. ശ്രീകൃഷ്ണൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നവളായ തത് അന്തികസ്ഥ, ശ്രീകൃഷ്ണൻ്റെ കൈ പിടിച്ചുകൊണ്ടോ ശ്രീകൃഷ്ണൻ്റെ മറവിലോ നിൽക്കുന്നവളായ, പേടിച്ച് വിറച്ച യുദ്ധം കണ്ട് ആകെ അങ്കലാപ്പിലായിപ്പോയ, എന്തൊക്കെയാണാവോ ഇനി വരാൻ പോണതെന്നുള്ള പേടിയിൽ നിൽക്കുന്നവളായ സ്വസാരം, തൻ്റെ സഹോദരിയെ ആലോക്യ, കണ്ടിട്ട്. ആത്തചാപം സസ്മിതം തം ദൃഷ്ട്വ. മാത്രമല്ല ശ്രീകൃഷ്ണൻ നിൽക്കുന്നത് എങ്ങനെയാണ്? വില്ലു കൊലച്ചിട്ടാണ് നിൽക്കുന്നത്. അതാണ് ആത്തചാപം. കുലച്ച വില്ലോട് കൂടിയിട്ട് അസ്ത്രം തൊടുവിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. മാത്രമല്ല ദേഷ്യമൊന്നും ഇല്ലേനും. സസ്മിതം, മുഖത്തൊരു നറുപുഞ്ചിരി വിടർത്തി നിൽക്കുന്നവനായ ശ്രീകൃഷ്ണനെ കണ്ടിട്ട്. തനിക്കാണെങ്കിലോ കഠിനമായിട്ടുള്ള ദേഷ്യമുണ്ട്. എപ്പോൾ വേണമെങ്കിലും എന്തും ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലാണ് രുക്മി ശ്രീകൃഷ്ണൻ്റെ അടുത്തേക്ക് ചെല്ലണത്. ശ്രീകൃഷ്ണനാകട്ടെ വളരെ സൗമ്യനായിട്ട് ചിരിച്ചുകൊണ്ടൊക്കെയാണ് നിൽക്കുന്നത്. അസ്ത്രം, ആയുധം കയ്യിലെടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അതാണ് ആത്തചാപം സസ്മിതം തം ദൃഷ്ട്വ. ആദ്യം പറഞ്ഞ രുക്മിയുടെ സ്വഭാവത്തിൽ നിന്ന് കടകവിരുദ്ധമായിട്ടുള്ളൊരു ഭാവമാണ് ശ്രീകൃഷ്ണനുള്ളത്. അങ്ങനെയുള്ള ശ്രീകൃഷ്ണനെ കണ്ടിട്ട് പരുഷം ബഭാഷേ. പരുഷം, വളരെ ദേഷ്യത്തോടു കൂടിയിട്ട് വളരെ ചീത്ത വാക്കുകൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ ചൊടിപ്പിക്കുന്നതായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്
ബഭാഷേ ഇപ്രകാരം പറഞ്ഞു. എന്താണ് രുക്മി ശ്രീകൃഷ്ണനോട് പറഞ്ഞത് എന്നുള്ളത് അടുത്ത ശ്ലോകത്തിലാണ് കവി പറയണത്. നമുക്ക് വേഗം തന്നെ 130ാമത്തെ ശ്ലോകം കൂടി നോക്കാം. മുക്ത്വാ അനുജാം മച്ചരണപ്രണാമൈ മദീയമുഗ്രം പ്രശമയ്യ കോപം ഗാഃ പാലയൻ ജീവപുരേവ ശൗരേ വനേഷു കിം തേരണകൗതുകേന. വളരെ ലളിതമായിട്ടുള്ളൊരു പദ്യമാണ്, സംഭാഷണമാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് സുകുമാരകവി വളരെ ശ്രദ്ധിച്ച് വളരെ ലളിതമായിട്ടുള്ളൊരു ചോദ്യം, ദേഷ്യപ്പെട്ടുകൊണ്ടാണ് ചോദിക്കുന്നത്, പക്ഷേ ഭാഷ വളരെ ലളിതമാണ്. നമുക്ക് അന്വയത്തിലേക്ക് കിടക്കാം. ഹേ ശൗരേ, അല്ലയോ കൃഷ്ണ, ശൂരവംശത്തിൽ പിറന്നവനെ, അനുജാം മുക്ത്വാ മച്ചരണപ്രണാമൈഹി മദീയം ഉഗ്രകോപം പ്രശമയ്യ. നീ വേഗം നിൻ്റെ സുരക്ഷ ഉറപ്പാക്കിക്കോ. അതിനെന്താ ചെയ്യേണ്ടത്? അനുജാം മുക്ത്വാ, എൻ്റെ അനിയത്തി നിൻ്റെ കൂടെ അല്ലേ നിൽക്കണത്, അവളെ വേഗം നിൻ്റെ അടുത്ത് നിന്ന് മാറ്റിക്കോളൂ. അനുജാം മുക്ത്വാ, സഹോദരിയെ മോചിപ്പിച്ചിട്ട് പത്നി സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് എന്ത് ചെയ്യണം? മച്ചരണപ്രണാമൈഹി, എൻ്റെ കാൽക്കൽ വന്ന് നമസ്കരിക്കൂ. അനീതിയെ എനിക്ക് തരിക, എൻ്റെ കാൽക്കൽ വന്ന് ഞാൻ ചെയ്തതൊക്കെ തെറ്റാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് നമസ്കരിക്കുകയും വേണം. അതാണ് മച്ചരണപ്രണാമൈഹി, ചരണത്തിൽ അർപ്പിക്കുന്നതായ പ്രണാമങ്ങളാൽ മദീയം ഉഗ്രകോപം പ്രശമയ്യ. അങ്ങനെയൊക്കെ ചെയ്താൽ എനിക്ക് എന്ത് സംഭവിക്കും? എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആളിക്കത്തിക്കൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള ദേഷ്യം ഒന്ന് ശമിക്കും. അതാണ് മദീയം ഉഗ്രകോപം, എൻ്റേതായ കഠിനമായിട്ടുള്ള കോപത്തെ നീയൊന്ന് ശമിപ്പിച്ചിട്ട്, അതായത് സഹോദരിയെ തരും വേണം, എൻ്റെ കാൽക്കൽ വന്ന് നമസ്കരിക്കും വേണം, എന്നാലേ എൻ്റെ ദേഷ്യമൊക്കെ മാറുള്ളൂ. അങ്ങനെ എന്നെ തണുപ്പിച്ചിട്ട് എൻ്റെ ദേഷ്യമൊക്കെ മാറ്റിയിട്ട് പുരായിവ, പണ്ടെങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ, അതേപോലെ തന്നെ വനേഷു ഗാഹപാലയൻ ജീവ, വനങ്ങളിൽ കാട്ടിലൊക്കെ പശുക്കളെ മേയിച്ചുകൊണ്ട് നടന്നോ. ശ്രീകൃഷ്ണനോട് രുക്മി പറയുകയാണ്. ശ്രീകൃഷ്ണൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊന്നും മനസ്സിലാവാഞ്ഞിട്ടല്ല, പക്ഷേ നാട്ടുകാരുടെ മുമ്പിലൊക്കെ വെച്ചിട്ടൊന്ന് കളിയാക്കുകയാണ്. പണ്ട് ശ്രീകൃഷ്ണൻ ആരായിരുന്നു എന്നുള്ളതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട്. സൈനികന്മാരെ ചിലപ്പോൾ അറിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അതുപോലെ യാദവന്മാർക്ക് എല്ലാവർക്കും അത്രയൊന്നും ഓർമ്മ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പുതിയ കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെയൊക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ആ പഴയ വാർത്ത, പഴയ വൃത്താന്തം, ശ്രീകൃഷ്ണൻ ആരായിരുന്നു, ഇപ്പോൾ വലിയ രാജാവ് ചമഞ്ഞ് നടക്കുകയാണ്, ഇവൻ ആരായിരുന്നു എന്നൊക്കെ എനിക്കറിയാം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭാഷണമാണ്. വളരെ മോശമായിട്ട് ശ്രീകൃഷ്ണനെ ചിത്രീകരിക്കുന്ന വാക്യങ്ങളാണ്. അതാണ് പുരായിവ, നീ പണ്ട് ആ ഗോകുലത്തിൽ എന്താ ചെയ്തിരുന്നേ, അതന്നെ ചെയ്തുകൊണ്ട് നടന്നോ, നിനക്കതൊക്കെ പറ്റുള്ളൂ. പശുക്കളെ മേയിച്ചുകൊണ്ട് കാട്ടിൽ കൂടെ വൃന്ദാവനോ അല്ലാന്നുണ്ടെങ്കിൽ അമ്പാടിയോ നിനക്ക് പറ്റിയ സ്ഥലങ്ങൾ അതൊക്കെയാണല്ലോ, ഗോവർദ്ധനോ, അവിടെയൊക്കെ പോയി ഇങ്ങനെ പശുവിനെ മേച്ച് നടന്നാൽ മതി. ഞങ്ങളുടെ അടുത്തേക്കൊന്നും നിൻ്റെ വലിയ പൗരുഷമൊന്നും എടുത്തിട്ട് വരണ്ട, നിന്നെയൊക്കെ നല്ലോണം ഞങ്ങൾക്ക് അറിയാം എന്നർത്ഥം. അതാണ് കിം തേരണ കൗതുകേന, നിന്നെ പോലെ പശുവിനെ മേയ്ക്കാനുള്ളൊരു വടിയും പിടിച്ച് നടക്കണ ചെക്കന് എന്താ വലിയ യുദ്ധത്തിലൊക്കെ അത്ര വലിയ മോഹം, യുദ്ധം ചെയ്യാൻ എന്താ അത്ര വലിയ ആഗ്രഹം, നിനക്കെവിടെ യുദ്ധം അറിയണേ എന്നുള്ള രീതിയിലൊക്കെ വളരെ മോശമാക്കിക്കൊണ്ട്, വളരെ പരിഹസിച്ചു കൊണ്ടുള്ള ചില വാക്യങ്ങൾ പറയണത്. ഒരു വാചകം എന്ന് വെച്ചാലും ധാരാളം അർത്ഥങ്ങൾ അതിൽ നിന്നിങ്ങനെ നമുക്ക് ഇങ്ങനെ ചകഞ്ഞെടുക്കാൻ പറ്റും. അതാണ് എൻ്റെ ദേഷ്യമൊക്കെ നീ ശമിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ നീ എൻ്റെ അടിമയായിട്ട് ഇരിക്കേണ്ട ഒരാളാണ്. പശുവിനെയൊക്കെ മേച്ച് പശുവിനെ കറന്നൊക്കെ ജീവിക്കുന്ന ആൾക്കാർ വെറും സേവകന്മാരല്ലേ, രാജാക്കന്മാരുടെ കൂടെ കളിക്കാൻ നീ ആരാ തുടങ്ങിയിട്ടുള്ള അർത്ഥങ്ങളെയൊക്കെ ധ്വനിപ്പിക്കുന്ന വിധത്തിൽ ചില വാക്കുകൾ പറയാണ്. സുകുമാരകവി വളരെ ഭംഗിയായിട്ടത് പ്രയോഗിച്ചിട്ടുണ്ട്. പണ്ടത്തെ പോലെ പശുവിനെ മേച്ച് നടന്നോ, നിനക്കതൊക്കെ പറ്റുള്ളൂ, എന്നോട് യുദ്ധമൊന്നും ചെയ്യാൻ വരണ്ട, എന്നോട് യുദ്ധത്തിന് പുറപ്പെട്ടാൽ തോൽക്കുകയുള്ളൂ തുടങ്ങിയിട്ടുള്ള എത്രയോ അർത്ഥങ്ങൾ ഇതിൽ നിന്നും നമുക്കിങ്ങനെ ചുരന്ന് കിട്ടുകയാണ്. അതുകൊണ്ടാണ് വാക്കിനെ ഗാം എന്ന്, ഗൗഹു എന്നൊക്കെ പറയണത്. പശു എങ്ങനെയാണോ പാല് ചുരന്നു തരുന്നത്, അതുപോലെ അർത്ഥങ്ങളെ വാക്കുകൾ ഇങ്ങനെ ചുരന്നു തരികയാണ് എന്നർത്ഥം. അതാണ് പണ്ടത്തെ പോലെ കാട്ടിലൊക്കെ ചുറ്റി നടന്ന് പശുക്കളെ നോക്കി ജീവിക്കാനുള്ളവരാണ് നിങ്ങളൊക്കെ. യാദവന്മാരുടെ പണി അതാണ്. അല്ലാതെ വലിയ വലിയ രാജാക്കന്മാരോട് ഏറ്റുമുട്ടുക, വലിയ വലിയ രാജാക്കന്മാരുടെ കുടുംബത്തിൽ നിന്ന് പെണ്ണുങ്ങളെ മോഷ്ടിച്ചു കൊണ്ടുപോവുക, ഇതൊന്നുമല്ല എന്നുള്ള അതികഠിനമായിട്ടുള്ളൊരു താക്കീതാണ് രുക്മി വളരെ ലളിതമായിട്ടുള്ള 2-3 വാക്കുകളെ കൊണ്ട് ശ്രീകൃഷ്ണന് കൊടുത്തത്. ഇതൊക്കെ പറയും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം ശ്രീകൃഷ്ണൻ ഒരു കള്ളച്ചിരി ഒളിപ്പിച്ചുകൊണ്ട് വില്ലും കുലച്ചുകൊണ്ട് അങ്ങനെ രുക്മിയെയും നോക്കി നിന്നത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം.
സ്വസാരമാലോക്യ തദന്തികസ്ഥാം ദൃഷ്ട്വാ ച തം സസ്മിതമാത്തചാപം മൂഢഃ പ്രകൃത്യാ നവയൗവനാന്ധോ രുക്മീ സരോഷഃ പരുഷം ബഭാഷേ മുക്ത്വാനുജാം മച്ചരണപ്രണാമൈഃ മദീയമുഗ്രം പ്രശമയ്യ കോപം ഗാഃ പാലയൻ ജീവപുരേവ ശൗരേ വനേഷു കിം തേ രണകൗതുകേന. നിന്നെ കൊണ്ട് പറ്റണ പണി എന്നൊക്കെ പറഞ്ഞാൽ പശുവിനെ മേച്ച് നടക്കുക എന്നുള്ളതേ ഉള്ളൂ. യുദ്ധത്തിനൊക്കെ പുറപ്പെട്ടാൽ തോറ്റുപോവും. എന്നെപ്പോലെയുള്ള നല്ല ഒന്നാം തരം യുദ്ധവീരന്മാരായിട്ടുള്ള രാജാക്കന്മാരോട് ഏറ്റുമുട്ടിയാൽ നീ തോറ്റുപോവുകയുള്ളൂ എന്നുള്ളത് ഒന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു ശ്രീകൃഷ്ണനെ രുക്മി. അതാണ് ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞത്. ഇനി അടുത്ത ശ്ലോകത്തിൽ ബാക്കി എന്തൊക്കെയാണ് സംഭവിക്കണതെന്ന് ശ്രീകൃഷ്ണനും രുക്മിയും തമ്മിലുള്ളതായിട്ടുള്ള യുദ്ധത്തിനെ പറ്റിയിട്ടൊക്കെ വർണ്ണിക്കാൻ പോകുന്നുണ്ട്. അതൊക്കെ അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ഈ 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.